കഴിഞ്ഞ ദിവസം നിര്യാണം പ്രാപിച്ച പ്രിയപ്പെട്ട നമ്മുടെ അസാധാരണ കലാവൈഭവത്തിൻ്റെ ഉടമയായിട്ടുള്ള സലീം കുമാറിൻ്റെ ദേഹവിയോഗമാണ്. സലീം കുമാർ യഥാർത്ഥത്തിൽ ആരായിരുന്നു? നടനായിരുന്നു. പക്ഷെ കേവലം നടനായിരുന്നില്ല, നല്ല സാമൂഹികമായിട്ടുള്ള അവബോധമുള്ള കലാകാരനാണ്. സോഷ്യൽ സെൻസ് അത് തന്നെയാണ് അവസാനം ജയിക്കുന്നത്. ഈ സാമൂഹിക ബോധം എന്ന് പറയുന്ന സംഗതിയാണ് ജയിക്കുന്നത്. എനിക്ക് നല്ല അടുപ്പമായിരുന്നു സലീം കുമാറിനോട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു. എത്രയോ ഞങ്ങൾ സംസാരിക്കുമായിരുന്നു. അടുത്ത കാലത്ത് ഞങ്ങൾ ഖത്തറിലൊരു പരിപാടി ചെയ്തു. അത് തന്നെ ഒരു അസാധാരണ പരിപാടിയായിരുന്നു. കലാപരിപാടി ഒന്നുമില്ല, ഗാനമേളയില്ല. ഒരു രണ്ടാൾ വേദിയിൽ കസേരട്ടിരുന്നിട്ട് പൊതുവായ സാമൂഹിക കാര്യങ്ങളെ പറ്റി അവർ സംസാരിക്കുന്നു. അവർ പരസ്പരം സംഭാഷണം നടത്തും. ശ്രീ സലീം കുമാറും ഈ ഉള്ളവരും ഞങ്ങൾ രണ്ടാളും ഒരു വേദിയിൽ ഇരുന്നിട്ട് ഇതാണ് പരിപാടി. അതൊരു പരീക്ഷണം പോലെയാണ് സംഘാടകർ ഖത്തറിൽ ഒരു വലിയ ഹാളിൽ കിട്ടിയത്. പരീക്ഷണം എന്ന് പറയാൻ ആളുകൾ കേട്ടിരിക്കുന്നുള്ള നല്ല പേടിയുണ്ടായിരുന്നു. ഗാനമേളയില്ല, കലാപരിപാടി. അത് സലീം കുമാർ കുറെ തൻ്റെ സിനിമയിലെ ഡയലോഗ്, ഒരു ഡയലോഗ് പോലും അവിടെ പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. സമദാനി സാഹിബിൻ്റെ അമ്മ പ്രസംഗം കേട്ട് ലാല് കരഞ്ഞു, അവിടെ ഉള്ളവരൊക്കെ കരഞ്ഞു, കേട്ട ഞാനും കരഞ്ഞു, പിന്നെ എല്ലാവരും കരഞ്ഞു. നാടൊരു കരയോഗമായി. ഞാൻ അത്ഭുതപ്പെട്ടു. ഈ മനുഷ്യൻ, ഇതാണ് ഈ ഉള്ളിൽ ഉണരുന്ന നർമ്മം എന്ന് പറയുന്നത്, കരയോഗം. അതുവരെല്ലാവരും ഇങ്ങനെ കേട്ടിരിക്കുന്നു. ഇതങ്ങ് കേട്ടതോടെ സദസ്സമാണ്. അതായിരുന്നു സലീം കുമാർ ആർട്ടിസ്റ്റ്. സലീം കുമാർ കണ്ടില്ലേ, ചിരിപ്പിച്ചു. ചിരിപ്പിക്കുന്നത് ഒരു വികാരമാണ്. വികാരത്തിൽ സ്പർശിക്കുമ്പോഴേ ചിരി വരും. പക്ഷെ സലീം കുമാറിന് മറ്റുള്ളവർക്ക് പലർക്കും കഴിയാത്തൊരു സംഗതി കൂടി കഴിഞ്ഞു. അതേപോലെ കരയിപ്പിച്ചു. ആദാമിന്റെ മകൻ അബു നടന്നു, അതിൽ അതേ വെറുതെ നടന്നു പോയാൽ മതി, ആ മുഖത്തേക്ക് നോക്കിയാൽ മതി. സലീം കുമാറിന്റെ മുഖത്തുള്ള ആദി അദ്ദേഹത്തിന്റെ മുഖത്ത് വരച്ചു വെച്ചതാണ്. അത് അഭിനയിപ്പിച്ച് ഫലിപ്പിക്കേണ്ട ആവശ്യം പോലും അദ്ദേഹത്തിന് ഉണ്ടായില്ല. ഹി വാസ് എ ബോൺ ആർട്ടിസ്റ്റ്. അദ്ദേഹം നൈസർഗികമായിട്ട് തന്നെ കലാകാരനാണ്. നല്ല വികാരങ്ങളെ കുറിച്ച് അറിയാത്തവർക്ക് നല്ല ആർട്ടിസ്റ്റ് ആകാൻ കഴിയില്ല.